ഇന്ന് ഞാൻ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 124, 125 വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ ഇദ്ബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല വമിൻ ദുരിയത്തി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ. ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് ചില വചനങ്ങൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അതൊക്കെ നിറവേറ്റുകയും ചെയ്ത സന്ദർഭവും നിങ്ങൾ ഓർക്കുക. അള്ളാഹു പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാകുന്നു. ഇബ്രാഹിം പറഞ്ഞു, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. അള്ളാഹു പറഞ്ഞു, ശരി, പക്ഷേ എൻ്റെ ഈ കരാർ അക്രമികൾക്കു ബാധകമായിരിക്കുകയില്ല. വ ഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വ അംനൻ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല വ അഖിദ്നാ ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല അൻ തഹിറ ബൈത്തിയ ലിത്തായിഫീന വൽ ആകിഫീന വർറുക്കഅസ് സുജൂദ്. ആ ഭവനത്തെ, അതായത് കഅബയെ, ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഓർക്കുക. ഇബ്രാഹിം നിന്ന സ്ഥാനത്തെ നിങ്ങൾ നമസ്കാരം, അതായത് പ്രാർത്ഥനാ സ്ഥലമായി സ്വീകരിക്കുകയും ചെയ്യുക. ഇബ്രാഹീമിനോടും ഇസ്മായിലിനോടും നാം അനുശാസിച്ചത് ആരാധന നിരതരായി ഇരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തും പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു. മനുഷ്യരെ അള്ളാഹു പലതരത്തിൽ പരീക്ഷിക്കുമെന്ന് ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 67-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. 21-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കും. നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. നല്ല മനുഷ്യരെയും ദുഷ്ടരെയും അള്ളാഹു പരീക്ഷിക്കും. പ്രവാചകന്മാരും അവരെ എതിർത്തവരും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സന്തോഷകരമായ അനുഭവമുണ്ടാകുമ്പോൾ അള്ളാഹുവോട് നന്ദി കാണിക്കുമോ? വിഷമങ്ങൾ നേരിടുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കുമോ എന്നതാണ് സത്യവിശ്വാസികൾ നേരിടുന്ന പരീക്ഷ. വിപുലമായ ഭരണാധികാരവും അത്യാധികം അനുഗ്രഹങ്ങളും ലഭിച്ച പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഖുർആനിൽ ഉദ്ധരിച്ചത് ഇപ്രകാരമായിരുന്നു: 27-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ വചനം: ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽ പെട്ടതാകുന്നു ഇത്. വല്ലവനും നന്ദി കാണിക്കുകയാണെങ്കിൽ തൻ്റെ ഗുണത്തിന് തന്നെയാകുന്നു അത്. വല്ലവനും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പരാശ്രയമുക്തനും ഉത്കൃഷ്ടനുമാകുന്നു. 2-ാമത്തെ അധ്യായത്തിലെ 155-ാമത്തെ വചനം ഇങ്ങനെയാണ്: കുറച്ചൊക്കെ ഭയം, വിശപ്പ്, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവന നഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. പരമകാരുണ്യകനായ അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കുന്നത് ത്യാഗത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും വഴികളിലൂടെ അവരെ വിജയത്തിലേക്കും മഹത്വത്തിലേക്കും നയിക്കാൻ വേണ്ടിയാണ്. സ്നേഹസമ്പന്നനായ ഗുരുനാഥൻ ഉത്തമ ശിഷ്യന് കൂടുതൽ പ്രയാസകരമായ പരീക്ഷകൾ ഏർപ്പെടുത്തുന്നത് അവനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ലല്ലോ. നിഷേധികൾക്കും നന്ദികെട്ടവർക്കും മാത്രമേ അള്ളാഹുവിൻ്റെ പരീക്ഷ ദോഷകരമായി പരിണമിക്കുകയുള്ളൂ.
ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പരീക്ഷിച്ചു എന്ന വാക്യത്തിൽ നിന്ന് അദ്ദേഹം നേരിടേണ്ടി വന്ന പരീക്ഷകളെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷാകർതൃത്വത്തിൻ്റെ താൽപ്പര്യമായിരുന്നുവെന്ന് നിരീക്ഷിക്കാം. പരീക്ഷണങ്ങൾക്ക് വിധേയനായപ്പോഴെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പതറാതിരുന്നത് ഈ രക്ഷാകർതൃത്വത്തിലുള്ള ദൃഢവിശ്വാസം കൊണ്ടായിരുന്നു. കലിമാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം വചനങ്ങൾ അഥവാ വാക്യങ്ങൾ എന്നാണ്. കൽപ്പനകൾ എന്നാണ് ഈ സൂക്തത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനയും ഓരോ വചനമാണല്ലോ. കുൻ ഉണ്ടാകൂ എന്ന വചനത്തിൻ്റെ ഫലമായാണല്ലോ ഓരോ വസ്തുവും ഉണ്ടായത്. പ്രവാചകന്മാർക്ക് കൽപ്പനകൾ ലഭിച്ചതും അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചും കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗങ്ങൾ വരിച്ചത്. സ്വന്തം പിതാവിൻ്റെ വിശ്വാസാചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അയാളെ സത്യമതത്തിലേക്ക് ക്ഷണിച്ചത്, സ്വയം ദൈവം ചമയുന്ന ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചെന്ന് ആദർശ പ്രബോധനം നടത്തിയത്, കണിശമായ ഏകദൈവ വിശ്വാസം സ്വീകരിക്കാൻ വിഗ്രഹാരാധകരായ നാട്ടുകാരെ ആഹ്വാനം ചെയ്തത്, അവരുടെ ആരാധനാലയത്തിലെ വിഗ്രഹങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ പോലും കഴിവില്ലെന്ന് തെളിയിക്കാൻ അവയെ തകർത്തത്, അതിൻ്റെ പേരിൽ നാട്ടുകാർ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഒരുക്കിയ അഗ്നികുണ്ഡത്തെ ഒട്ടും ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ആഹാരപാനീയങ്ങൾ ലഭ്യമല്ലാത്ത വിജന പ്രദേശമായ മക്കയിൽ കുടുംബത്തെ അധിവസിപ്പിച്ചത്, കഅബാലയം പണിതുയർത്തിയത്, വാർദ്ധക്യത്തിൽ ജനിച്ച പുത്രനെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാനൊരുങ്ങിയത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആജ്ഞകൾ നിറവേറ്റിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഷ്ഠിച്ച മഹാത്യാഗങ്ങളത്രേ. എല്ലാ ആജ്ഞകളും നിറവേറ്റിക്കൊണ്ട് പരീക്ഷകളിൽ പൂർണ്ണ വിജയം കൈവരിച്ചതിനാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു മാനവരുടെ നേതാവ് എന്ന പദവി നൽകി. ഇമാം എന്ന പദത്തിന് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആൾ, മതകാര്യങ്ങളിൽ മാതൃക കാണിക്കുകയോ മാർഗദർശനം നൽകുകയോ ചെയ്യുന്ന ആൾ, ആദർശത്തിൻ്റെ സാരഥിയെന്നും മറ്റും അർത്ഥമുണ്ട്. അന്യൂനമായ ഏകദൈവ വിശ്വാസവും അള്ളാഹുവിനുള്ള പൂർണ്ണമായ സമർപ്പണവും അടങ്ങുന്ന ഇസ്ലാമിക ദർശനം കൃത്യമായും വ്യക്തമായും മാനവരാശിയുടെ മുമ്പാകെ അവതരിപ്പിച്ച പ്രവാചക കുലത്തിലെ തേജോമയനായ നേതാവത്രേ അള്ളാഹുവിൻ്റെ മിത്രം എന്നുകൂടി ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള ചില പ്രവാചകന്മാരുടെ മതനേതാക്കളുടെയും പ്രവർത്തന പരിധി ഓരോ പ്രദേശമോ ഓരോ ഗോത്രമോ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിസംബോധിതർ വിവിധ നാട്ടുകാരും ഗോത്രക്കാരുമായ ജനസമൂഹങ്ങളായിരുന്നു. ഇറാഖുകാരെയും സിറിയക്കാരെയും ഈജിപ്തുകാരെയും അദ്ദേഹം ദൈവികമായി ആദർശത്തിലേക്ക് ക്ഷണിച്ചു. മക്കയിൽ അദ്ദേഹം പണിതുയർത്തിയത് എക്കാലത്തെയും എല്ലാ മനുഷ്യർക്കും പ്രപഞ്ചനാഥനെ ആരാധിക്കാനുള്ള കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സർവ്വലൗകിക നേതാവാണ്. മുസ്ലിങ്ങളും ക്രൈസ്തവരും യഹൂദരും അദ്ദേഹത്തെ ആദർശ കുലപതി എന്ന നിലയിൽ ഏറെ ആദരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃസ്ഥാന സമുദായങ്ങൾക്ക് അതീതമായി വർത്തിക്കുന്നു. മാനവർക്ക് മാർഗദർശനം നൽകുന്ന നേതാവ് എന്ന പദവി തന്നിൽ മാത്രം പരിമിതമാകാതെ തൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ടവർക്കും നൽകണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് യാക്കൂബ് അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന പുത്രൻ്റെ അനന്തര തലമുറയിൽ നിന്ന് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും, എന്നാൽ ആദർശ പിതാവ് ഇബ്രാഹിമിൻ്റെ സന്തതി പരമ്പരയിൽ തന്നെ അക്രമികളും ഉണ്ടാകുമെന്ന് അവർ മാനവർക്ക് നേതാക്കളാകാൻ യോഗ്യരായിരിക്കുകയില്ലെന്നും അള്ളാഹു അറിയിച്ചിരിക്കുന്നു. എല്ലാ അക്രമങ്ങളും ആദർശരംഗത്ത് അയോഗ്യതയാണ്. എന്നാൽ ഷിർക്കിനെ അഥവാ അള്ളാഹുവിന് പുറമേയുള്ളവരെ ആരാധിക്കുക എന്നതിനെ ഖുർആനിൽ 31-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം
ഗുരുതരമായ അക്രമമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പല സന്ദർഭങ്ങളിൽ തൻ്റെ സന്തതികൾക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. 2-ാമത്തെ അധ്യായത്തിലെ 128ഉം 129ഉം വചനങ്ങളിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥന കാണാം. സൂറത്ത് ഇബ്രാഹീമിൽ സന്തതികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉദ്ധരിച്ചിട്ടുള്ളത് ഇപ്രകാരമാകുന്നു. 14-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ വചനം: ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നും ഇല്ലാത്ത ഒരു താഴ്വരയിൽ നിൻ്റെ പവിത്രമായ ഭവനത്തിൻ്റെ, അതായത് കഅബയുടെ അടുത്ത് ഞാൻ ഇതാ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനാൽ മനുഷ്യരിൽ ചിലരുടെ ഹൃദയങ്ങളെ നീ അവരോട് ചായ്വുള്ളതാക്കുകയും അവർക്ക് കായ്ക്കനികളിൽ നിന്ന് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ. അവർ നന്ദി കാണിച്ചെന്നു വരാം. അൽ ബൈത്ത്, ആ ഭവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണെന്ന് മറ്റൊരു സൂക്തത്തിൽ നിന്ന് ഗ്രഹിക്കാം. 5-ാമത്തെ അധ്യായത്തിലെ 97-ാമത്തെ വചനം ഇങ്ങനെയാണ്: പവിത്ര ഭവനമായ കഅബയെയും യുദ്ധം നിഷിദ്ധമായ മാസത്തെയും അല്ലാഹു ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കഅബത്തിങ്കലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗത്തെയും അതിൻ്റെ കഴുത്തിലെ അടയാളത്താലികളെയും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. മനുഷ്യർ അല്ലാഹുവെ ആരാധിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഭവനമാണ് കഅബ. 3-ാമത്തെ അധ്യായത്തിലെ 96-97 വചനങ്ങൾ ഇങ്ങനെയാണ്: തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്ക, അതായത് മക്കയിൽ ഉള്ളതത്രേ. അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശനമായും നിലകൊള്ളുന്നു. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വിശിഷ്യ ഇബ്രാഹിം നിന്ന സ്ഥലം ഉണ്ട്. ആര് അവിടെ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കും. ആ ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അവിടേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു. വല്ലവനും അവിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹു ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു. 22-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഇബ്രാഹീമിന് ആ ഭവനത്തിൻ്റെ കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം എന്ന് പറഞ്ഞതിൽ നിന്ന് കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് മുമ്പേ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അത് പുതുക്കി പണിയുകയാണുണ്ടായതെന്നും ഗ്രഹിക്കാമെന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മലക്കുകളാണത് സ്ഥാപിച്ചതെന്നാണ് ഒരഭിപ്രായം. ആദം നബി അലൈഹിസ്സലാമയാണ് സ്ഥാപകനെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. പഴയ കെട്ടിടം നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തുണ്ടായ പ്രളയത്തിൽ നശിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിക്കുകയാണുണ്ടായതെന്നും ഈ അഭിപ്രായക്കാർ കരുതുന്നു. എന്നാൽ 22-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ വചനം ആ ഭവനത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞത് കഅബ അവിടെ മുമ്പേ ഉണ്ടായിരുന്നുവെന്നതിന് അനിഷേധ്യമായ തെളിവല്ല. കഅബ സ്ഥാപിതമാകണമെന്ന് അല്ലാഹു മുമ്പേ തീരുമാനിച്ച സ്ഥലം എന്നാകാമല്ലോ. അതിൻ്റെ വിവക്ഷ ഈ നാടിന് ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം തന്നെ അല്ലാഹു പവിത്രത നൽകിയിരിക്കുന്നു. അല്ലാഹു പവിത്രത നൽകിയതിനാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരേക്കും അത് പവിത്രമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് മുമ്പ് തന്നെ കഅബ നിർമ്മിക്കപ്പെട്ടു എന്നതിന് പ്രബലമായ ഹദീസിലൊന്നും തെളിവില്ലെന്ന് പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവും ചരിത്രകാരനുമായ ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 235 രേഖപ്പെടുത്തിയിരിക്കുന്നു. മസാബത്ത് എന്ന പദത്തിന് വന്നെത്തുന്ന സ്ഥലം, വന്നു മടങ്ങുന്ന സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമോട് അള്ളാഹു ഇപ്രകാരം കൽപ്പിച്ചു. 22-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ വചനം: ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെക്കുറിച്ച് വിളംബരം ചെയ്യുക.
നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെയും പുറത്ത് കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. ഇതേ തുടർന്ന് യുഗങ്ങളായി മക്കയിലേക്ക് തീർത്ഥാടകർ വന്നും പോയും കൊണ്ടിരിക്കുന്നു. മക്ക ഒരു പ്രശസ്ത നഗരിയായതോടെ അവിടെ കച്ചവട ചരക്കുകളുമായി സർവ്വവാഹക സംഘങ്ങൾ വരാൻ തുടങ്ങി. അവിടെ വ്യാപാരമേളയും സാഹിത്യ സദസ്സും നടക്കാറുണ്ടായിരുന്നു. അജ്ഞാനകാലത്തെ പ്രമുഖ കവിയുടെ കവിതാ സമാഹാരമായ മുഅല്ലഖാത്ത് എല്ലാവരും അറിയേണ്ടതിനായി കഅബയുടെ ചുമരിലാണ് തൂക്കിയിരുന്നത്. മുഅല്ലഖാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ തൂക്കി ഇട്ടവ എന്നാണ്. കഅബയുടെ അടുത്തെത്തുന്ന തീർത്ഥാടകരെയും അവിടെ താമസിക്കുന്നവരെയും ആരും ആക്രമിക്കുമായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച കണിശമായ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചും കൊണ്ട് കഅബയിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചവർ പോലും അവിടെ വെച്ച് ആരെയും ആക്രമിക്കുമായിരുന്നില്ല. പുറത്തുനിന്ന് ആക്രമണങ്ങൾ നടത്തിയിട്ട് അവിടെ അഭയം പ്രാപിക്കുന്നവർ അവിടെ നിന്ന് പുറത്തു പോകുന്നതുവരെ പ്രതികാരത്തിന് ഇരയാകുമായിരുന്നില്ല. ജെറുസലേം ഉൾപ്പെടെയുള്ള പല നഗരങ്ങളും വൻതോതിലുള്ള ആക്രമണങ്ങൾക്കും നശീകരണങ്ങൾക്കും വിധേയമായപ്പോഴും കഅബയും പരിസരങ്ങളും സുരക്ഷിത കേന്ദ്രങ്ങളായി തന്നെ തുടർന്നു. യമനിൽ ഒരു സമാന്തര ആരാധനാലയം നിർമ്മിച്ച അബ്രഹ എന്ന നാടുവാഴി കഅബ തകർക്കാൻ വേണ്ടി ആനപ്പടയുമായി പുറപ്പെട്ടെങ്കിലും വഴിമധ്യേ അല്ലാഹു അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇക്കാര്യം ഖുർആനിലെ 105 അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിലെ ആഭ്യന്തര ശൈഥില്യം നിമിത്തം മക്കയിൽ ചുരുക്കം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഅബ ഒരിക്കലും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. മഖാമു ഇബ്രാഹിം എന്ന വാക്കിൻ്റെ വിവക്ഷയെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായക്കാരല്ല. കഅബയുടെ ഉയരമുള്ള ഭാഗങ്ങൾ പണിയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം കയറി നിന്ന കല്ലാണ് അതെന്നാണ് ഒരഭിപ്രായം. ആ കല്ലിൽ അദ്ദേഹത്തിൻ്റെ കാലടയാളം പതിഞ്ഞു കിടക്കുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ കല്ല് ഒരു സ്ഫടികക്കൂട്ടിനകത്താണുള്ളത്. കഅബയിൽ നിന്ന് ഒരൽപ്പം അകലെ അതിൻ്റെ പിന്നിൽ നിന്നാണ് തവാഫിനു ശേഷം തീർത്ഥാടകർ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നത്. മുമ്പ് ഇത് കഅബയുടെ തൊട്ടടുത്തായിരുന്നുവെന്നും ഖലീഫ ഉമറാണ് അത് ഇന്നുള്ള സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിച്ചതെന്നും തഫ്സീറുകളിൽ കാണുന്നു. തവാഫിലും നമസ്കാരത്തിലും ഹജ്ജ് കർമ്മങ്ങളിലുമായി ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സ്ഥലങ്ങളെല്ലാം മഖാമ് ഇബ്രാഹിം എന്ന വാക്കിൻ്റെ അർത്ഥപരിധിയിൽ വരുമെന്നാണ് മറ്റൊരഭിപ്രായം. 3-ാമത്തെ അധ്യായത്തിലെ 97 സൂക്തത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് ബഹുവചനം പ്രയോഗിച്ചത് ഈ അഭിപ്രായം ശരിയായിരിക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. വഅതദ്നാ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്നതിൻ്റെ ഭാഷാഘടന ഇപ്രകാരമുള്ള കൃത്യമായ അർത്ഥം നിങ്ങൾ മഖാമ് ഇബ്രാഹീമിൽ നിന്ന് നമസ്കാര സ്ഥലം സ്വീകരിക്കൂ എന്നാണ്. മഖാമ് ഇബ്രാഹീം മുതൽ എന്നർത്ഥമാകാനും സാധ്യതയുണ്ട്. പാദമുദ്ര പതിഞ്ഞ കല്ലിന്മേൽ നമസ്കരിക്കുക അസാധ്യമാണ്. എന്നാൽ തവാഫ് ചെയ്യുന്നവരും നമസ്കരിക്കുന്നവരും കൂടി കലരാതിരിക്കാൻ വേണ്ടി മഖാമ് ഇബ്രാഹിം മുതൽക്കുള്ള സ്ഥലത്ത് മാത്രം നമസ്കരിക്കുക എന്ന് നിർദ്ദേശിക്കുന്നത് പ്രസക്തിയുണ്ട്. പാദമുദ്ര പതിഞ്ഞ കല്ല് എന്ന അർത്ഥപ്രകാരം നമസ്കാര സ്ഥലം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശം തവാഫിൻ്റെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ട സ്ഥലം എന്നായിരിക്കാം. 2-ാമത്തെ അർത്ഥപ്രകാരം മസ്ജിദുൽ ഹറാമിലും അറഫയിലും മിനായിലും മറ്റും നമസ്കരിക്കുന്നതും ഇതിൻ്റെ അർത്ഥപരിധിയിൽ വരും. 2-ാമത്തെ അധ്യായത്തിലെ 125-ാമത്തെ സൂക്തത്തിൽ നിന്ന് തവാഫ്, ഇത്തികാഫ്, റുക്കൂഹ്, സുജൂദ് ഉൾപ്പെടെയുള്ള നമസ്കാരം എന്നീ അനുഷ്ഠാനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലം മുതൽ നിലവിലുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഇവയിലൂടെ അള്ളാഹുവെ ആരാധിക്കുന്നവർക്ക് വേണ്ടി കഅബയും പരിസരവും ശുദ്ധിയാക്കുക എന്നതിൽ അഴുക്കുകൾ നീക്കുക എന്ന അർത്ഥത്തിലുള്ള ബാഹ്യമായ ശുദ്ധീകരണവും ബഹുദൈവാരാധനയിൽ നിന്ന് ഭക്തിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ശുദ്ധമാക്കുക എന്ന അർത്ഥത്തിലുള്ള ആത്മീയമായ ശുദ്ധീകരണവും ഉൾപ്പെടുന്നു.
രണ്ടർത്ഥത്തിലും അത്യാധുനിക സംശുദ്ധമായ സൂക്ഷിക്കപ്പെടുന്ന ആരാധനാലയമാണ് കഅബ ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറാം. കൊട്ടും കുരവയും ബഹളവുമായി ബഹുദൈവവാദികൾ നടത്തിയിരുന്ന പ്രാർത്ഥനയും നഗ്നരായി നടത്തിയിരുന്ന തവാഫും ഖുർആനിലൂടെ വിലക്കുകയുണ്ടായി. 7-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വചനം ഇങ്ങനെയാണ്: എല്ലാ ആരാധനാവേളയിലും അഥവാ എല്ലാ ആരാധനാലയങ്ങളിലും നിങ്ങളുടെ മുഖങ്ങളെ ശരിയാം വിധം നിർത്തുകയും കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. 7-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം ഇങ്ങനെയാണ്: ആദം സന്തതികളെ, എല്ലാ ആരാധനാലയത്തിങ്കലും അഥവാ എല്ലാ ആരാധനാവേളകളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കൂ. 8-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ വചനം ഇങ്ങനെയാണ്: ആ ഭവനത്തിൻ്റെ, അതായത് കഅബയുടെ അടുക്കൽ അവർ നടത്തുന്ന പ്രാർത്ഥന ചൂളം വിളിയും കൈകൊട്ടുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അതിനാൽ നിങ്ങൾ നിഷേധിച്ചിരുന്നതിൻ്റെ പേരിൽ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. സുജൂദ് എന്ന പദം സാഷ്ടാംഗം ചെയ്യൽ എന്ന അർത്ഥത്തിൽ ക്രിയാനാമമായും സാജിദ് സാഷ്ടാംഗം ചെയ്യുന്നവൻ എന്ന പദത്തിൻ്റെ ബഹുവചനമായും പ്രയോഗിക്കാറുണ്ട്. സാജിദ് എന്ന പദത്തിന് സുജ്ജദ് എന്നും ബഹുവചനമുണ്ട്.